നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന ഹമാസിനോട് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്താ മൂവ്മെന്റ് ഗാസയുടെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ് എന്ന് കാട്ടി ഫത്താ മൂവ്മെന്റ് വക്താവ് മൻതർ അൽ ഹയാഖ് കത്തയച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2007 മുതൽ ആണ് ഹമാസ് ഗസയിൽ നിയന്ത്രണം പിടിച്ചത്. യുദ്ധം തുടരുന്നതിന് ഫലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്താ മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ്. ഹമാസ് ഗസയിൽ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അനുകമ്പ കാണിക്കണമെന്ന് ഫത്താ വക്താവ് വ്യക്തമാക്കി. ഗസയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി നിൽക്കണം, യുദ്ധം ഫലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ അന്ത്യം കുറിക്കുമെന്ന് തിരിച്ചറിയാനും ഹമാസിനോട് ആവശ്യപ്പെട്ടു. 2007 ഫത്താ ആധിപത്യമുള്ള ഫലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് ഹമാസ് അധികാരം പിടിച്ചെടുത്തത്. തുടർന്നുള്ള അനുരഞ്ജന ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സർവേലൻസ് ആൻഡ് ടാർഗറ്റിംഗ് യൂണിറ്റിന്റെ കൂടി മേധാവിയായ ഒസാമ തബാഷിനെ വധിച്ചതായാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. ഇസ്രായേൽ ഗാസയിൽ ഒരേയൊരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടം കൂടി തകർത്തു. തുർക്കിഷ് ഫലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത്. നേരത്തെ 17 മാസം നീണ്ട ആക്രമണത്തിനിടെ ഈ ആശുപത്രി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി തകർത്തത്. നിരവധി രോഗികൾക്ക് പ്രതീക്ഷയായി നിലകൊണ്ടിരുന്ന ആശുപത്രിയെ ബോംബിട്ട് തകർക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സാഖി അൽ സാഖ്സൂഖ് പറഞ്ഞത്. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാവ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നുണ്ട്. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ഖർദാവിയിലും ഭാര്യയുമാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ ഖാൻ യൂണൂസിൽ നഗരത്തിന് ഇന്നലെ പുലർച്ചെ നടന്ന വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെയായിരുന്നു ആക്രമണം. അതേസമയം റിപ്പോർട്ടിനോട് ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ മരണം ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സലാഹിന്റെയും ഭാര്യയുടെയും അടക്കമുള്ള രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനമാകുമെന്നും ശത്രുവിന് നമ്മുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനാവില്ല എന്നും ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഗസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന് ഹമാസിനോട് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്താ മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. 2007 മുതലാണ് ഹമാസ് നിയന്ത്രണം പിടിച്ചെടുത്തത്. യുദ്ധം തുടരുന്നത് ഫലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്താ മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ്. ഹമാസ് ഗസയിലെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അനുകമ്പ കാണിക്കണമെന്നും ഫത്താ വക്താവ് ആവശ്യപ്പെട്ടു. ലോകത്തിന് മുന്നിൽ മറ്റൊരു യുദ്ധമെന്ന ആശങ്കയുയർത്തി ഇസ്രായേൽ ലബനൻ സംഘർഷം രൂക്ഷമാകുന്നു. രണ്ട് രാജ്യങ്ങളും അടിയും തിരിച്ചടിയും തുടരുന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണം. ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം നടത്തിയതിനുള്ള മറുപടിയായി ഇസ്രായേൽ കനത്ത തിരിച്ചടിയാണ് ഏറ്റവും ഒടുവിൽ നൽകിയിരുന്നത്. തെക്കൻ ലബനനിലെ 2 നഗരങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത്. ഇതിന് പിന്നാലെ ഇസ്രായേലിന് കനത്ത മുന്നറിയിപ്പുമായി ലബനനും രംഗത്തെത്തിയതോടുകൂടി യുദ്ധ സാഹചര്യം മുറുകുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ രാജ്യത്തെ പുതിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നാണ് ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം പറഞ്ഞത്. അനാവശ്യമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്നും ഈ നവാഫ് സലാം പറയുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ രാജ്യത്തെ വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൈനിക നടപടികൾ സ്വീകരിക്കണമെന്നും ലബനൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ലബനനുമായി സംഘർഷം കനക്കുന്നത്. ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഒരു സംഘടനയും ഇതുവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ലബനൻ സർക്കാരാണ് ഉത്തരവാദികളെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ ഇക്കാര്യം ആരോപിച്ച് രംഗത്തെത്തുകയും ചെയ്തു. 1 വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിച്ച് 3 മാസമാകുമ്പോഴാണ് മേഖലയിൽ വീണ്ടും യുദ്ധ സാഹചര്യം ശക്തമാകുന്നത്.